ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ്. നാളെ മുതൽ സ്കൂളിന്റെ ആക്ടിവിറ്റി ഡേ തുടങ്ങാൻ പോവുകയാണ്. ക്യാൻറ്റീൻ ഭംഗിയായി നടത്തുക എന്നതാണ് ആക്ടിവിറ്റി. ക്യാൻറ്റീനിലെ ജോലി എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഭക്ഷണം. ആരൊക്കെയാണ് വോളണ്ടിയറായി ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ സർ, ഞാൻ എന്തിനാ കൈവക്കുന്നത്? ഒരുപാട് കുട്ടികൾ തയ്യാറാണല്ലോ. അപ്പോൾ ആദ്യത്തെ ദിവസം ക്യാൻറ്റീൻ മാനേജ് ചെയ്യേണ്ടത് നീയാണ് പിനാക്കി. സാർ, തീർച്ചയായും ഞാൻ നന്നായി ശ്രമിക്കാം സാർ. ഞാൻ എന്നേക്കാൾ നന്നായി ഈ ജോലി ആർക്കും ചെയ്യാൻ സാധിക്കില്ല സാർ. കുറെ ദിവസങ്ങൾ ഇത് ചെയ്യാനുണ്ട് സന്തു. നാളെ ഏതായാലും പിനാക്കി തന്നെ ചെയ്യട്ടെ. നിനക്ക് ഉടനെ ചാൻസ് വരുമല്ലോ. ഓക്കേ, നല്ലൊരു അവസരം നഷ്ടപ്പെടുത്തി. അതവിടെ ചെന്നാലല്ലേ അറിയാൻ സാധിക്കൂ. നോക്കിക്കോ, ഞാൻ നാളെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ സന്തോഷം. മിണ്ടു, നിങ്ങൾ കൃത്യസമയത്ത് സ്കൂളിലെത്തണം. ഞാനൊന്ന് കാണട്ടെ അവൻ എങ്ങനെ ക്യാൻറ്റീൻ നടത്താൻ പോകുന്നതെന്ന്. ഇവനെല്ലാം റെഡിയാക്കിയല്ലോ. ആയിക്കോട്ടെ, നമ്മളും നന്നായി തയ്യാറല്ലേ? എന്താ ഇന്ന് നീ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഏറ്റവും ആദ്യം ഒരു ചെറിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെനു ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പ്ലീസ്, ആന്റി സൂര്യയുടെ ഡിഷ് ഒന്നും നീ ഉണ്ടാക്കരുത്. ആദ്യം ഞാൻ സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളാ ബ്രെഡൊക്കെ അടിച്ചു മാറ്റും. പിന്നെ നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാം. മാവിൽ നമ്മൾ വെള്ളമൊഴിക്കും. പിന്നെ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആ കേക്ക് നമ്മൾ മുളക് ചേർക്കും. ചില്ലുമിണ്ടു, വരൂ എന്റെ കൂടെ. കൊള്ളാലോ, ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്താ ടേസ്റ്റ്? ഹായ് പിനാക്കി. നീ എന്താ ഇവിടെ? ഒന്നുമില്ല, ഞാൻ നിനക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് ഒന്ന് വിഷ് ചെയ്യാൻ വന്നതാ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഈ സന്തു എന്ന കൂടുതൽ സന്തോഷത്തിലാണല്ലോ. സന്തോഷിച്ചോട്ടെ, നമ്മള് നമ്മുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചാ പോരെ. ഇനി സന്തുവിനെയും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പ്ലീസ്, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ശരിയായി സന്തു, പോയി ലൈറ്റ് ഓഫ് ചെയ്യാ. ലൈറ്റ് ആണോ ഓഫ് ആക്കിയത്? എന്റെ കാലിന്റെ മുകളിൽ കൂടെ എന്തോ പോയല്ലോ. എന്താ? സ്വിച്ച് അവിടെയാണ്. അയ്യോ, ഇത്രയധികം വരൂ, നമുക്ക് ലഞ്ച് കഴിക്കാം. എനിക്ക് നന്നായിട്ട് ഹാപ്പി. നമ്മളിതിവിടെ ഭക്ഷണം കൊടുക്കാനാ വന്നത്, കഴിക്കാനല്ല. സോറി. ഇനി ഒരു മണിക്കൂർ ബാക്കിയുള്ളൂ. അയ്യോ, സാൻഡ്വിച്ച് നമ്മൾ ഇവിടെ തന്നെയല്ലേ വെച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യ പിനാക്കി? എല്ലാവരുടെയും നമ്മുടെയായി. സാൻഡ്വിച്ചിന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനിയിപ്പോ നമ്മൾ എങ്ങനെ സാൻഡ്വിച്ച് ഉണ്ടാക്കും? സാൻഡ്വിച്ചിന്റെ കാര്യം വിട്, എന്താ ഉള്ളത് അതുണ്ടാക്കാം. നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാം. ഹാപ്പി, നമുക്ക് ജോലി തുടങ്ങാം. ഓക്കെ, ഇന്നാ പിടിച്ചോ. ഹാപ്പി, ജഗ്ഗിന്ന് വിട്. നീ എന്താണ് ഈ പറയുന്നത്? ജഗ് അവിടെ ടേബിൾ തന്നെ ഇരിക്കുകയാണല്ലോ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ക്യാൻറ്റീൻ നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ? വിചാരിച്ചു നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന്.
അങ്ങനെയാണോ? അവന് സ്വയം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നിട്ട് നമ്മളെ സഹായിക്കാൻ വരുന്നത്? വളരെ നന്ദി. ഇവനാരെ നോക്കുന്നത്? ഈ ആട്ട കൊണ്ട് ഇനി ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കാം. വേണ്ട, എനിക്കൊരു ഹെൽപ്പിന്റെ ആവശ്യമില്ല. ഇവൻ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ നിന്റെ ജോലിയെല്ലാം കഴിഞ്ഞെന്നാണ്. എന്നാ ശരി, ഞങ്ങൾ വേറൊരു ദിവസം നിന്നെ സഹായിക്കാം. ബൈ പിനാക്കി. ഇവരുടെ പെരുമാറ്റത്തിൽ എന്തോ മാറ്റങ്ങളുണ്ട്. ആദ്യമാ സന്തുവിനും. ഇത്രയധികം വെള്ളമോ? മാവ് മുഴുവനും മോശമായല്ലോ. ഇനി നമുക്ക് വേറെ ആട്ടയും ഇല്ല. എന്തു ചെയ്യും? ഇങ്ങനെ ഇത് ആർക്കാ ചെയ്യാൻ പറ്റുക? സന്തു. അവൻ വെള്ളം കൊണ്ടുള്ള പൊറോട്ട ഉണ്ടാക്കും. നമ്മളവനെ എത്ര അധികം ബുദ്ധിമുട്ടിച്ചു. അവന് വളരെ വിഷമമാവില്ലേ? വിഷമമല്ല, എരിവാണുണ്ടാവാൻ പോകുന്നത്. ഇനി നമുക്ക് കേക്കിൽ മുളകിടാൻ ബാക്കിയുണ്ട്. അപ്പൊ ഇതാണ് കാര്യം. സന്തൂര് നമ്മുടെ കേക്കിൽ മുളകിടാനാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ അതും സമ്മതിക്കും. അതെന്തിനാ പിനാക്കി? ഞാൻ ഇപ്പൊ തന്നെ അവനൊരു പാഠം പഠിപ്പിക്കാം. നിൽക്കൂ ഹാപ്പി, ആദ്യം പ്ലാൻ എന്താണെന്ന് കേക്കൂ. അങ്ങനെ കേക്ക് റെഡിയായി. വരൂ, കേക്ക് അങ്ങനെ റെഡിയായി. ഇനി ലഞ്ച് ടൈമിന് അരമണിക്കൂർ ബാക്കിയുണ്ട്. നമുക്ക് പോയി ഇത്തിരി റെസ്റ്റ് എടുത്താലോ? ആഹാ, പോയിക്കോളൂ. ഇനി എന്റെ ചാൻസ്. ഇവൻ നല്ല ഉറക്കമാണല്ലോ. ഇപ്പൊ കാണാൻ രസം. എവിടെ പോയി മുളക്? എവിടെ പോയി? എവിടെ പോയി? ഇവിടെ കാണേണ്ടതാണല്ലോ. എവിടെ പോയി? ഇതാ കിട്ടിപ്പോയി. ഇനി ഇതെല്ലാരും കഴിച്ച് കരയും. ഇനി കാണാം തമാശ. സന്തു, നല്ല തമാശ. സാൻഡ്വിച്ചും പൊറോട്ടയും അവൻ ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഈ അഴുക്കായ കേക്കും പിന്നെ പിനാക്കിയുടെ ഉറക്കവും. ഇപ്പൊ തന്നെ പ്രിൻസിപ്പൽ സാറിനെ വിളിച്ചോണ്ട് വരാം. പിന്നെ ക്യാൻറ്റീന്റെ ഇൻചാർജ് സന്തു ആയിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കൂ. ഞാൻ ഇപ്പോ തന്നെ പ്രിൻസിപ്പൽ സാറിനെ വിളിച്ചോണ്ട് വരാം. എന്താണ് ഈ പറയുന്നേ? ഇവൻ നല്ല ഉറക്കാണല്ലോ. വരൂ, നമുക്ക് വീഡിയോ ഗെയിം കളിക്കാം. ഇനി എന്താ ചെയ്യാ? ഹാപ്പി, നീ വീണ്ടും. ഇനി നമ്മുടെ പ്ലാനിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് 3 ഡിഷസ് ആൻഡ് 3 പിനാക്കി. ഒരു പിനാക്കി. ഇപ്പൊ പിനാക്കി ബിസിയാവും. സിറ്റുവേഷൻ അണ്ടർ കൺട്രോൾ ആണ്. വരൂ, നമുക്ക് ഗെയിം കളിക്കാം. ഇതാ സാർ സ്റ്റാർട്ടർ. താങ്കൾക്ക് വേണ്ടി സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവനെങ്ങനെ ഇവിടെ എത്തിയത്? ഇവൻ എങ്ങനെയാണ് ബ്രെഡില്ലാതെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയത്? ഇനി എന്ത് ചെയ്യും? ആരോട് പറയും? ആരോട് പറയും? ധീരു സാറിന്റെ അടുത്ത് പോയി പറയാം. ഇന്നീ സൂത്രക്കാരൻ പിനാക്കിയുടെ തനി നിറം പുറത്തു കൊണ്ടുവരണം. വാ വാ വാ, എന്ത് നല്ല പൊറോട്ടയാണ് പിനാക്കി. സത്യം പറയട്ടെ, എന്നെ മുത്തശ്ശി ഉണ്ടാക്കിയ പോലെ തന്നെ നല്ല സ്റ്റൈലായിട്ട്. ഇവിടെ അവൻ എത്തിയോ? പൊറോട്ട ഉണ്ടാക്കിയോ? സാൻഡ്വിച്ച് കഴിക്കൂ സന്തു. രണ്ട് പിനാക്കിയോ? മമ്മി! സന്തു, നീ എന്തിനാ ഓടുന്നേ? സാർ 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 സാർ, പിനാക്കി പിനാക്കി. എത്ര നല്ല സാൻഡ്വിച്ച് ആണ് പിനാക്കി ഉണ്ടാക്കിയത്. സാർ സാർ സാർ, അവൻ ചീറ്റയാണ് സാർ. എവിടെ നോക്കിയാലും പിനാക്കിയെ കാണാം. സന്തു, പിനാക്കി ഇപ്പോൾ ക്യാൻറ്റീനിലാണുള്ളത്. ഇപ്പോൾ എനിക്ക് സാൻഡ്വിച്ച് തന്ന് പോയതേ ഉള്ളൂ. സാർ, അവൻ ക്യാൻറ്റീനിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. സാർ എന്നെ കൂടെ വരൂ വരൂ വരൂ. നിങ്ങൾ
രണ്ടുപേരോടും പിനാക്കിയെ നോക്കാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞോളൂ ഞങ്ങൾ നോക്കിയല്ലോ ദേ പിനാക്കി എവിടെയും സന്തു നീയല്ലേ പറഞ്ഞത് പിനാക്കി ക്യാൻറ്റീനിൽ ഇല്ല എന്ന്? സാർ താങ്കൾ കിച്ചണിൽ പോയി നോക്കൂ, അവിടെ ഉറപ്പായി എന്തോ പ്രശ്നമുണ്ട്. വരൂ സാർ, ഇപ്പൊ കാണിച്ചു തരാം. ആ എന്ത് പറ്റി സന്തു നീ എന്തിങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്? സാർ താങ്കൾ തന്നെ ചോദിച്ചു നോക്കൂ. സാർ ഒരു ടെൻഷനും വേണ്ട, ഞാൻ കിച്ചണും ക്യാൻറ്റീനും വളരെ വൃത്തിയായാണ് വച്ചിരിക്കുന്നത്. സന്തു നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ഇതായി കേക്ക്. അയ്യോ ഇതാ കേക്കാണല്ലോ മുളകെട്ടത്. നീ വളരെ നല്ല രീതിയിലാണ് ക്യാൻറ്റീൻ നടത്തുന്നത് പിനാക്കി. ഇവൻ നിനക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നു, എന്നിട്ടും നീ നിന്റെ ഫ്രണ്ടിന്റെ കുറ്റം പറയുവാണോ? വേണ്ട വേണ്ട. വാ പിനാക്കി, നീ നിന്റെ ആക്ടിവിറ്റി നന്നായി കംപ്ലീറ്റ് ചെയ്തു. ഇനി ആക്ടിവിറ്റി ഡേ കഴിയുന്നത് വരെ നീ തന്നെ ഈ ക്യാൻറ്റീൻ നടത്തിയാ മതി. ഓക്കേ സാർ, ഞാൻ പരമാവധി ശ്രമിക്കാം സാർ.